Hello friends, welcome to Dhruv World Malayalam Recipes. അങ്ങനെ നമ്മുടെ മലയാളം റെസിപ്പി റിവ്യൂ തുടരുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ആരുടെയാണ് റിവ്യൂ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയണ്ടേ? കണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവരും, അതായത് നിങ്ങളും എല്ലാവരും പറയുന്ന ഫിറോസ് ഖാൻ എന്ന് വിളിക്കുന്ന വില്ലേജ് ഫുഡ് ചാനലിലെ പൊളി സാധനം തന്നെ എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ഒനിയൻ റിങ്സ് ആണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ റേറ്റിംഗ് നിങ്ങൾക്കും കൂടി അറിയാൻ പറ്റുള്ളൂ ഞാൻ എത്ര റേറ്റിംഗ് ആണ് ഇതിന് കൊടുക്കുന്നതെന്ന്. ഞാൻ 2 റെസിപ്പി റിവ്യൂവിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ റെസിപ്പി നിങ്ങളെ കാണിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ വില്ലേജ് ഫുഡ് ചാനലിലെ ഒനിയൻ റിങ്സിൻ്റെ ആ വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ റെസിപ്പി റിവ്യൂ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഒണിയൻ റിങ്സ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒണിയൻ ആണല്ലോ. അപ്പോൾ 2 ഒണിയൻ മീഡിയം സൈസിലുള്ളത് എടുത്തിരുന്നതാണ്. ഇത് നമ്മൾ 3 ഒരു ഒണിയൻ കട്ട് ചെയ്യുക, എന്നിട്ട് അതിലെ റിങ്സ് പതുക്കെ മാറ്റിയെടുക്കുക. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, അത് ആവശ്യത്തിന് എടുക്കുക. പിന്നെ ഇവിടെ ചേർത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ മൈദ, പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ചേർത്തിരിക്കുന്നത്, അതാണ് ഒരു ഇത്തിരി കളർ വന്നിരിക്കുന്നത്. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിൽ അതൊന്ന് റെഡിയാക്കി എടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുക. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു റിങ് ഇതുപോലെ എടുക്കണം. അതിനുശേഷം ഇതിലൊന്ന് പതുക്കെ കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഒന്നിങ്ങനെ മാവ് ഒട്ടും അധികം ആവാതെ ഇങ്ങനെ ആക്കുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസിൽ ഇതുപോലെ ഇടുക. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് ഇട്ടിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നെക്സ്റ്റും അതുപോലെ തന്നെ നമുക്ക് എടുക്കാം. ഇതുപോലെ പതുക്കെ കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ മാവൊക്കെ ഒന്ന് മാറിക്കോളും. പിന്നെ ഇതിലോട്ട് ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ മുക്കിയെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ റിങ്സും റെഡിയാക്കണം. അപ്പൊ നമുക്ക് എല്ലാ റിങ്സും റെഡിയാക്കി എടുത്തിട്ട് വരാം. നമ്മുടെ ഒനിയൻ റിങ്സ് ഒക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഓയിലിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ആവണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒനിയൻ റിങ്സ് റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മാത്രമല്ല തിരിച്ചും മറിച്ചിടാൻ പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറിച്ചിടുമ്പോഴേക്കും അത് ഇതുണ്ടല്ലോ, ഇതൊന്ന് മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴേക്കും അതൊന്ന് കോട്ടിങ് പോവുകയാണ്. അപ്പോൾ ദിപ്പം ആകുമ്പോൾ കുഴപ്പമില്ല. അധികം അതിൽ ഫ്രൈ ചെയ്യേണ്ടെന്നാണ് പറയുന്നത് ആ ഫിറോസ് ഖാൻ ഫുഡ് ചാനലിലെ. അപ്പോൾ നമുക്കിത് കോരി മാറ്റാം. കടാ, നമുക്കപ്പോൾ അടുത്ത സെറ്റും കൂടി വറുത്തെടുക്കാം. എനിക്ക് തോന്നുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും ഇതിന് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങോട്ട് മറിച്ചും തിരിച്ചുവിടാതെ നമ്മൾ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണമായിരിക്കും നല്ലത്. പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ അപ്പോൾ ഒനിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കളറ് ഇത്തിരി കൂടുതൽ എനിക്ക് തോന്നിയത് ആ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. കുറച്ച് നമുക്കിത് കോരി മാറ്റാം. കണ്ടില്ലേ, നമ്മുടെ ഒനിയൻ റിങ്സ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആ വില്ലേജ് ഫുഡ് ചാനലിൽ പറയുന്ന പോലെ തന്നെ ചായ റെഡിയാക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒനിയൻ റിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കളർ കുറച്ച് കൂടിയത് എനിക്ക് തോന്നുന്നത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് സാധാരണ ചില്ലി പൗഡർ എടുത്താൽ മതി. പിന്നെ കുറച്ച് എരിവൊക്കെ ആണല്ലോ രസം. നല്ല ക്രിസ്പിയാണ് കേട്ടോ, കണ്ടില്ലേ, നല്ല ക്രിസ്പിയാണ്. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമ്മുടെ ഈ ഒനിയൻ റിങ്സ് എങ്ങനെയുണ്ട്, ടേസ്റ്റി ആണോ ക്രിസ്പി ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം. പൊളി സാധനമാണോ എന്നൊക്കെ നോക്കാം.
ക്രിസ്പിയാണ്, കണ്ടില്ല ഞാൻ കഴിക്കുമ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ടേസ്റ്റും നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓണിയനൊക്കെ, അപ്പൊ ടേസ്റ്റും സൂപ്പറാണ്. അപ്പോൾ എനിക്ക് ഇതിന് കൊടുക്കാനുള്ള റേറ്റിംഗ് എന്ന് പറഞ്ഞത് 9.5 ആണ്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.